ഹായ് ഫ്രണ്ട്സ്, ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണത്തിന് ശേഷം ഏവരും ആശങ്കയോടെ കാണുന്ന ഒരു പോളിസി ചേഞ്ചുകളിലൊന്നായിരുന്നു ട്രംപിൻ്റെ ആൻറ്റി ഗ്രീൻ പോളിസികൾ. ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്താവനകൾ പല ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ സമഗ്രമായിട്ട് പരിശോധിക്കുന്നത്. ആർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ത്യയിലെ ഗ്രീൻ റിന്യൂവബിൾ മേഖലയിലെ സ്റ്റോക്കുകൾ, എസ്പെഷ്യലി സോളാർ മേഖലയിലൊക്കെയുള്ള പല സ്റ്റോക്കുകളും കഴിഞ്ഞ 5 ദിവസങ്ങളിലെ അതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പോൾ വാരി എനർജി പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 5 ദിവസം 15% ഒരു കറക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പ്രീമിയർ എനർജി എന്ന് പറയുന്ന വാരി എനർജി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും 13.52% ഒരു കറക്ഷനാണ് കഴിഞ്ഞ 5 ദിവസം നടന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഇതേപോലെ ഒരു ഗ്രീൻ എനർജി സെഗ്മെന്റിലുള്ള കമ്പോണൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയേക്കാൾ ഉപരി അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടുള്ള KPI ഗ്രീൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ 5 ദിവസം 15% ഒരു കറക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതേപോലെ വിൻഡ് എനർജി സെഗ്മെന്റിലുള്ള ഇനോക്സ് വിൻഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ 12% കറക്ഷൻ കഴിഞ്ഞ 5 ദിവസം നടന്നായിട്ട് കാണാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള വെബ്സോൾ എനർജി സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റോക്കിൽ 10% ഒരു കറക്ഷൻ നടന്നായിട്ട് കാണാം കഴിഞ്ഞ 5 ദിവസം കൊണ്ട്. റീറ്റെയിലേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ടുള്ള സുസ്ലോൺ എനർജിയിൽ ഏകദേശം 7% മുകളിലുള്ള ഒരു കറക്ഷൻ കഴിഞ്ഞ 5 ദിവസം നടന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവയിൽ പല സ്റ്റോക്കുകൾക്കും US-ലോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ രാജ്യങ്ങളിലോ വലിയ തോതിലുള്ള എക്സ്പോർട്ട് ബിസിനസ് ഒന്നും ഇല്ലെങ്കിലും ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ പല സ്റ്റോക്കുകളുടെയും പെർഫോമൻസിനെ ഈ അമേരിക്കയിലുള്ള ഈ ഗ്രീൻ എനർജി പോളിസി ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് അമേരിക്കയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഗ്രീൻ എനർജി സ്റ്റോക്കുകളിൽ പോലും ഈ ഒരു കറക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കറക്ഷന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത് ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട് IRA ആക്ട് 2022 അമേരിക്കയിൽ പാസ്സാക്കിയിട്ടുള്ള ഈ ഒരു നിയമം, ആ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസെൻറ്റീവ്സിനൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത ഓർഡറാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായത്. അപ്പോൾ ഈ IRA ആക്ട് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ചെറുക്കുന്നതിനും അതുപോലെ ക്ലീൻ എനർജിയിലേക്ക് US എക്കണോമിയെ മൊത്തത്തിൽ മാറ്റുന്നതിനെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെ ജോ ബൈഡൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുക പോലുള്ള ദീർഘകാല പദ്ധതികളുടെ ഭാഗമായിട്ട് അമേരിക്കയിൽ പാസ്സാക്കിയ ഈ നിയമം ടാക്സ് ബെനിഫിറ്റുകൾ കൂടാതെ പലവിധത്തിലുള്ള ഗ്രാൻഡുകളും ഇത്തരം കമ്പനികൾക്ക് നൽകുകയും അതുപോലെ പലവിധത്തിലുള്ള മറ്റ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടുമുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു പാക്കേജ് ആയിരുന്നു അത്. അപ്പോൾ പുതുതായിട്ട് വന്ന ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള അൺലീഷിംഗ് അമേരിക്കൻ എനർജി എന്ന പേരുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അത് ലക്ഷ്യമാക്കുന്നത് എനർജി കോസ്റ്റ് കുറക്കുക എന്നാണ് അവരുടെ അവകാശവാദം. ഇപ്പോൾ രാജ്യം നേരിടുന്ന ഇൻഫ്ലേഷനെ നേരിടാനും രാജ്യത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ എക്കണോമിയെ ശക്തിപ്പെടുത്തുക എന്നൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസറായിട്ടുള്ള US അവരെ സംബന്ധിച്ചിടത്തോളം റിന്യൂവബിൾ എനർജിയിലേക്ക് രാജ്യം മൊത്തത്തിൽ തിരിയുന്നത് അവരുടെ കയ്യിലുള്ള ഈ വലിയൊരു ഫോസിൽ ഫ്യൂവൽ റിസോഴ്സസിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറയാൻ കാരണമാകും എന്നൊരു ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ചിന് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എല്ലാ അമേരിക്കൻ ഈ ഗ്രീൻ എനർജി ഇൻസെൻറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളോട് എല്ലാ ഇൻസെൻറ്റീവ്സും നിർത്തിവെക്കാനും 90 ദിവസത്തിനുള്ളിൽ ഈ പുതിയ പോളിസി നടപ്പിലാക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ മൊത്തത്തിൽ വരുത്താനുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെന്നൊക്കെയാണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോളിസി ചേഞ്ച് തീർച്ചയായിട്ടും ലോകം മുഴുവൻ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന അഗ്രിമെൻറ്റ്. ഈ ഉടമ്പടിയിൽ 196 രാജ്യങ്ങൾ കക്ഷി ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണിത്. അപ്പോൾ 2015 അംഗീകരിച്ച ഈ ഉടമ്പടിയിൽ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുക, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ഫൈനാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു എഗ്രിമെൻ്റാണിത്. അപ്പോൾ ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനമാണ് ഈ ഒരു ഉടമ്പടി ചർച്ച ചെയ്തത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ അദ്ദേഹം വന്നപ്പോൾ ഈ ഒരു ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ അദ്ദേഹം ഈ ഉടമ്പടിയിൽ രണ്ടാമത് റീജോയിൻ ചെയ്യുകയും ഗ്രീൻ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ അമേരിക്കയിൽ പാസ്സാക്കുകയും ചെയ്തു. എന്നാൽ ട്രംപ് ഇപ്പോൾ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ആദ്യത്തെ തീരുമാനം ഈ ഒരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ പിന്മാറ്റമാണ് ട്രംപ് നടത്തുന്നത്. അപ്പോൾ ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം, അതിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരുവാനും
അതിലൂടെ വേൾഡ് വൈഡ് നല്ല തോതിലുള്ള സെല്ലിംഗ് നടത്തിക്കൊണ്ട് എക്കണോമി ശക്തിപ്പെടുത്തുക എന്നുള്ള തികച്ചും സങ്കുചിതമായ ഒരു തീരുമാനമാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലോകത്താകമാനം അന്തരീക്ഷ മലിനീകരണത്തിനെതിരെയും അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയും ഒക്കെ എടുക്കുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണിത്. അപ്പോൾ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അമേരിക്കയിലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പവർ പ്രൊഡ്യൂസർ കമ്പനികളും IPPs അതേപോലെ ഇന്ത്യയിലുള്ള മൊഡ്യൂൾ മാനുഫാക്ചേഴ്സിനെയും വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കൂടാതെ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഇറക്കുമതി ചെയ്യുന്ന സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പോണൻസിനും അതിൻ്റെ താരിഫ് ഉയർത്താനുള്ള തീരുമാനം, അതും വലിയ ഒരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ എക്സ്പോർട്ട് കമ്പനികൾക്ക് നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ സോളാർ പാനലുകൾ, ഇൻവേർട്ടറുകൾ, ബാറ്ററികൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഹയർ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഓൾറെഡി ട്രംപ് ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റുകളൊക്കെയാണ് ഇന്ത്യയിലുള്ള ഈ ഗ്രീൻ എനർജി സ്റ്റോക്കുകളിലുള്ള വലിയ ഈ നെഗറ്റിവിറ്റി ഉണ്ടാവാനുള്ള കാരണമായതും അങ്ങനെ നല്ല തോതിലുള്ള സെൽ ഓഫ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു തീരുമാനത്തെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സ്റ്റോക്ക് വാരി എനർജീസ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള പ്രധാനപ്പെട്ട ഒരു സോളാർ മൊഡ്യൂളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വാരി എനർജി. ഇപ്പോൾ മൾട്ടി ക്രിസ്റ്റലൈൻ മൊഡ്യൂൾസ്, അതുപോലെ മോണോ ക്രിസ്റ്റലൈൻ മൊഡ്യൂൾസ്, ടോപ്പ് കോൺ മൊഡ്യൂൾസ്, ഫ്ലെക്സിബിൾ മൊഡ്യൂൾസ്, ബൈഫേഷ്യൽ മോണോപർക്ക് മൊഡ്യൂൾസ്, കൂടാതെ ഇൻ്റഗ്രേറ്റഡ് ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസ്, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വാരി എനർജി. ഇത് കൂടാതെ ഇവർ സോളാർ കമ്പോണൻസിൻ്റെ ഇൻവേർട്ടേഴ്സ്, ബാറ്ററി, അതുപോലെ സോളാർ വാട്ടർ പമ്പ്സ് തുടങ്ങിയിട്ടുള്ള സോളാർ റിലേറ്റഡ് കമ്പോണൻസിൻ്റെ ട്രേഡും ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇവരുടെ ഒരു എക്സ്പോർട്ട് സെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 57% ഇവരുടെ റവന്യൂ വരുന്നത് എക്സ്പോർട്ട് ബിസിനസ്സിൽ നിന്നാണ്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടാതെ കാനഡ, ഇറ്റലി, ഹോങ്കോങ്, ടർക്കി, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയിലാണ് ഇവരുടെ ഏറ്റവും അധികം എക്സ്പോർട്ട് നടക്കുന്നത്. ഇത് കൂടാതെ അമേരിക്കയിൽ ഇവർ 1.6 ഗിഗാവാട്ടിൻ്റെ ഒരു സോളാർ PV മൊഡ്യൂൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ FY25 അവസാനത്തോടു കൂടി ഇത് ഓപ്പറേഷണൽ ആകുമെന്നാണ് കമ്പനിയുടെ ഗൈഡൻസിലൊക്കെ നമ്മൾ കണ്ടത്. കൂടാതെ FY27 അതിൻ്റെ കപ്പാസിറ്റി 5 ഗിഗാവാട്ടായിട്ട് ഉയർത്താനും കമ്പനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി തീർച്ചയായിട്ടും വാരി എനർജിയെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ പ്രീമിയർ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കിലും അവരും ഇൻ്റർനാഷണൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോളാർ സെൽസ്, അതുപോലെ സോളാർ മൊഡ്യൂളുകൾ, അതും മോണോഫേഷ്യൽ, ബൈഫേഷ്യൽ മൊഡ്യൂളുകളൊക്കെ ഈ വാരി എനർജി പോലെ അത്ര ശക്തമായിട്ടല്ലെങ്കിലും അവരും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സോളാർ സെൽ മാനുഫാക്ചേഴ്സാണ് ഈ പ്രീമിയർ എനർജി എന്ന് പറയുന്ന ഈ സ്റ്റോക്ക്. അപ്പോൾ ഇവരും അമേരിക്കയിൽ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കാനുള്ള പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അവർ അവിടെയുള്ള ഹെലീൻ USA എന്ന് പറയുന്ന റിന്യൂവബിൾ എനർജി കമ്പനികളുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MOU ഒക്കെ സൈൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. അവിടെ അമേരിക്കയിൽ ഇവർ ടോപ്പ് കോൺ സോളാർ സെൽ മാനുഫാക്ചറിൻ്റെ ഒരു ഫെസിലിറ്റി ആയിരുന്നു നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയും പ്രീമിയർ എനർജിക്കും വലിയ തോതിൽ തിരിച്ചടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിലും നല്ലൊരു കറക്ഷൻ നമ്മളിപ്പോൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് വിൻഡ് എനർജിയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ സുസ്ലോൺ. അവരുടെ ജോഗ്രഫിക്കൽ സ്പ്ലിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ 6% ഒരു എക്സ്പോർട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലും USA, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഏകദേശം 1 to 2% എക്സ്പോർട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെയും ഈ ഒരു വിൻഡ് ടർബൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പോണൻസ് അതിൻ്റെ ഒരു എക്സ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്പ് ഉണ്ടാവാം. കാരണം അതിൻ്റെ പ്രൈസും വർദ്ധിക്കും. അപ്പോൾ അമേരിക്കയിൽ അത് അനാകർഷകമായുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. ഈ കമ്പനികളുടെയൊക്കെ സെയിൽസിൽ ഡിപ്പ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ ഇത്ര വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ട്. കാരണം അമേരിക്ക ഒരു മാർക്കറ്റ് മാത്രമാണ്. ഇപ്പോൾ ഇവിടെയുള്ള പല ഇന്ത്യൻ കമ്പനികളുടെയും പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ടുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള സപ്ലൈ തന്നെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതോടുകൂടി ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ ഇതൊരു കാരണമാകും. കൂടാതെ ഇവർ മറ്റ് രാജ്യങ്ങളിലുള്ള ഇവരുടെ എക്സ്പാൻഷൻ വർദ്ധിപ്പിക്കാനും ഇതൊരു കാരണമാകും. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു താൽക്കാലികമായിട്ട് ഈ ഒരു പ്രതിസന്ധി ഇവർ അതിജീവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പാരീസ് അഗ്രിമെൻറ്റിൽ നിന്നും അമേരിക്ക പിന്മാറിയത് ലോകത്താകമാനം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പിന്മാറ്റമായിരിക്കുമെന്നാണ് പൊതുവെ എക്കണോമിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ ഒരു തീരുമാനം യു ടേൺ അടിച്ചുകൂടാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ ഒരു റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് തിരിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ അധികകാലം ഒരു രാജ്യത്തിന് കഴിയുകയില്ല. കൂടാതെ പാരീസിലെ ഈ ഒരു ക്ലൈമറ്റ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ലീഗലി ബൗണ്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിയമപരമായിട്ട് തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഗ്രിമെന്റാണ്. അപ്പോൾ അവിടെയും സ്വാഭാവികമായിട്ടും അമേരിക്ക ഈ ഒരു തീരുമാനത്തിന് ചിലപ്പോൾ പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു തിരിച്ചടി ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ളൊരു താൽക്കാലികമായൊരു പ്രതിഭാസമായിട്ടാണ് കാണാൻ കഴിയുക. ലോങ് ടേമിൽ ഈ ഒരു തിരിച്ചടികൾ ഈ കമ്പനികൾ റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഈ റിന്യൂവബിൾ സെഗ്മെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലുള്ള ഇൻസെൻറ്റീവ്സും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പോളിസികളാണ് കൊണ്ടുവരുന്നത് അതിനെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഈ സ്റ്റോക്കുകളിൽ ഒരു തിരിച്ചുവരവ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.